ഹായ് ഫ്രണ്ട്സ്, എല്ലാ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും എല്ലാ ഫാൻസും ഓഡിയൻസും ഒക്കെ ഭയങ്കര സങ്കടത്തിലാണ്. നമ്മൾ എംപുരാൻ്റെ ഒരു പ്രൊമോഷൻ്റെ ഒരു പരിപാടി പോലും അവർ തുടങ്ങിയിട്ടില്ല. എംപുരാൻ്റെ ഒരു അപ്ഡേറ്റും ഇല്ല. ഭയങ്കര സൈലന്റ് ആയിട്ട് എംപുരാൻ റിലീസ് ചെയ്യാൻ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. എന്നാൽ നമ്മൾ സാധാരണ രീതിയിൽ കണ്ടുവരുന്ന ഒരു പ്രൊമോഷൻ പരിപാടിയും ഇത്രയും വലിയൊരു സിനിമയ്ക്ക്, ഇത്രയും വലിയ ഹൈപ്പിൽ വരുന്ന സിനിമയ്ക്ക് സിനിമയുടെ അണിയറ പ്രവർത്തനം ഇതുവരെ സ്റ്റാർട്ട് ചെയ്തില്ല. സോ അത് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് സോഷ്യൽ മീഡിയ മുഴുവൻ, എനിക്ക് തോന്നുന്നു, ഒരു പ്രൊമോഷൻ പരിപാടി നടത്തിയാൽ ചിലപ്പം ഇത്ര സംസാരം ഉണ്ടാവില്ല. ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും വെറും എമ്പുരാൻ എന്തുകൊണ്ട് പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തില്ല, ഒരു അപ്ഡേറ്റും ഇല്ല എന്ന് ഉള്ള പരാതിയിലുള്ള വീഡിയോസ് ആണ്. സോ ഇത് തന്നെ ഏറ്റവും വലിയൊരു പ്രൊമോഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഒരു സിനിമയ്ക്കും ഉണ്ടാവാത്ത പോലെ നമുക്കറിയാം, ലാലേട്ടന്റെ സിനിമകൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും മലയാളത്തിലെ ഒരു സ്റ്റാറിനും ഒരു മെഗാ സ്റ്റാറിനും ആർക്കും കിട്ടാത്ത ഒരു സ്വീകാര്യത എപ്പോഴും ലാലേട്ടന് നമ്മളെ മലയാളി പ്രേക്ഷകർക്കുണ്ട്. അത് നമ്മൾ ആരും അതിനെ പറ്റി തർക്കിച്ചിട്ട് കാര്യമില്ല. ഒരു വർഷങ്ങളായിട്ട് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ പല അവസരങ്ങൾ തെളിയിച്ചതാണ്. ഒരു പുൽമുരുകനും ഒരു ഒടിയനും എക്കാലത്തെയും ഏറ്റവും വലിയ ഹിറ്റുകളും ഇൻഡസ്ട്രി ഹിറ്റുകളും എല്ലാം സ്റ്റാർട്ട് ചെയ്തതൊക്കെ അവിടെ നിന്ന് തന്നെയാണ്. അങ്ങനെ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് നമ്മളെ മലയാളത്തില് എനിക്ക് തോന്നുന്നില്ല ഇതേപോലെ എല്ലാവരും, ഫാൻസ് മാത്രമല്ല എല്ലാ ഓഡിയൻസും വെയിറ്റ് ചെയ്ത ഒരു സിനിമ ഇതിന് മുമ്പ് ഉണ്ടായിട്ടില്ല. അത് എമ്പുരാനാണ്. സോ നമ്മൾ അത്ര പ്രതീക്ഷ ഉണ്ട് മലയാളത്തിലെ ഏറ്റവും വലിയ വിജയം ഇതാവും എന്നുള്ള ഒരു ഉറപ്പുണ്ട്. എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് പ്രൊമോഷൻസ് വരുന്നില്ല. എന്നാൽ അപ്പുറത്ത് ഡീഗ്രേഡിങ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഇപ്പൊ ഞാൻ ചെയ്യുന്ന വീഡിയോസിന്റെ താഴെ തന്നെ ഭയങ്കര ആധികാരികമായിട്ട് പലരും വന്ന് പറയുന്നുണ്ട്, അത് കണ്ടന്റ് OTT പ്ലാറ്റ്ഫോം ഒക്കെ കണ്ടു, ആർക്കും ഇഷ്ടപ്പെട്ടില്ല, എവറേജ് ആണ്. അപ്പം ഞാൻ ചിന്തിക്കും, ഓരോ കമന്റ് ഒക്കെ കാണുമ്പോൾ ഞാൻ ഏത് ലെവലിലാണ് ഒരു 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 ഹേറ്റ് പോകുന്നത്. അപ്പം ഞാൻ ഇതിനു മുമ്പ് മരക്കാർ എന്ന സിനിമ, മരക്കാർ സിനിമ നല്ല സിനിമയാണെന്ന് ഞാൻ പറയാൻ വരില്ല, ഒരിക്കലും പറയില്ല. പക്ഷേ മരക്കാർ സിനിമ നേരിട്ടൊരു ഡീഗ്രേഡിങ് ഉണ്ട്. കാരണം അത് ഇറങ്ങുന്ന വരെ അതായിരുന്നു ഏറ്റവും വലിയ സിനിമയായിട്ട് ലാലേട്ടന് വരായിരുന്നത്. അതും ഈ സിനിമ വരുന്നതിന് മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. അപ്പൊ ഈ ഒരു ഹെയ്റ്റ്, ഞാൻ ഒരിക്കലും മോഹൻലാൽ ഫാൻസ് ഭയങ്കര നല്ല ആൾക്കാരാണ് മാത്രം എല്ലാവരും അങ്ങനെയാന്ന് പറയുന്ന വരില്ല. എന്നാൽ പോലും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. കാരണം ഇപ്പൊ ഞാൻ എന്റെ പേഴ്സണലി എനിക്ക് എന്റെ കാര്യം പറയുകയാണെങ്കിൽ, മമ്മൂക്കാന്റെ ഏത് സിനിമ വന്നാലും, നമുക്കെന്നെ ഇനിയിപ്പോ ബിലാൽ എന്ന് പറഞ്ഞ സിനിമയുടെ എല്ലാം പറഞ്ഞത്. അപ്പം ഒരിക്കലും നമ്മളൊന്ന് മനസ്സിൽ പോലും ഒരു കമന്റിലോ ഒന്നിലും ആ സിനിമ ഇറങ്ങുമ്പോൾ പൊട്ടു. അങ്ങനെ ചെറിയ കാര്യം പോലും ഞാൻ പറയാറില്ല. ഞാൻ അങ്ങനെ കാണാറുമില്ല കേട്ടോ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, മോഹൻലാൽ ഫാൻസിനെ വെള്ളപൂശം വന്നതല്ല. എന്നാൽ പോലും ഞാൻ കാണാറുണ്ട്. എന്നാൽ പോലും മമ്മൂക്ക ഫാൻസ് വന്നിട്ട് ലാലേട്ടന്റെ ഒരു സിനിമ ഇറങ്ങാൻ പോകുന്നതിന് മുമ്പ് അവർക്ക് ഉണ്ടാവുന്ന ഒരു, എന്താ പറയാ, എന്താണത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ചുമ്മാ ഇപ്പൊ എന്റെ വീടിന്റെ താഴെ തന്നെ എന്തൊക്കെയാ കമന്റുകൾ, നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇങ്ങനെ ഈ മമ്മൂക്ക ഫാൻസ് കാണിക്കുന്ന ഈ ഒരു രോഷം, എനിക്കൊരു ഡൈഹാർഡ് മോഹൻലാൽ ഫാനായ ഞാൻ ഒരിക്കലും ഒരു മമ്മൂക്ക സിനിമ ഇറങ്ങുമ്പോൾ ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല, ഒരിക്കലും തോന്നുന്നില്ല. അത് നമുക്ക് അതിന്റെ റീസണുകൾ ഉണ്ടാവും. കാരണം ഇപ്പോഴും ഒരു മെഗാസ്റ്റാർ എന്നുള്ള പേരുണ്ടെങ്കിൽ പോലും ഇക്കാക്ക് ഒരിക്കലും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ലാലേട്ടന്റെ സിനിമകൾ കൊണ്ടുണ്ടായ ആ നേട്ടങ്ങളൊന്നും ഇക്കാക്ക് ഒരു ഇതുവരും പറ്റിയിട്ടില്ല. അപ്പം അതൊക്കെ നമുക്ക് അവിടെ മാറ്റി അതിലൂടെ പറയാൻ കാരണം, ഇനിയിപ്പോ അതൊക്കെ നമ്മളൊരു സിനിമ ഇൻഡസ്ട്രീന്റെ ഒരു വളർച്ച, ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ സംഭവിച്ചതോടുകൂടി ഒരുപാട് വളർച്ച നമ്മുടെ മലയാള സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും സിനിമയ്ക്ക് സമ്മതിക്കില്ല. പക്ഷേ ലൂസിഫർ വന്നതോടെയാണ് OTT പ്ലാറ്റ്ഫോമുകൾ മലയാള സിനിമകൾ വാങ്ങാൻ തുടങ്ങിയത്. ഇന്റർനാഷണലി ഒരുപാട് രാജ്യങ്ങളിലേക്ക് നമ്മുടെ മലയാള സിനിമകൾ റിലീസ് ചെയ്യാനൊക്കെ തുടങ്ങിയതിന് ശേഷമാണ്. അങ്ങനെ ലാലേട്ടന്റെ ഇപ്പൊ ദൃശ്യം, പുലിമുരുകൻ, ഇങ്ങനെ ലൂസിഫർ, അങ്ങനെ ഓരോന്നും ഓരോ മൈൽ സ്റ്റോൺ ആയിട്ട് ഓരോന്നും ചെയ്യുന്ന, അതേപോലെയുള്ള നമ്മുടെ മലയാള സിനിമേന്റെ ഏറ്റവും വലിയൊരു മൈൽ സ്റ്റോൺ ആയിട്ട് മാറാനുള്ള സിനിമയാണ് എമ്പുരാൻ. നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പുറം ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു വിജയമായി മാറാൻ കെൽപ്പുള്ള, അത്ര നല്ല ഒരു കണ്ടന്റ് ഉള്ള, പൃഥ്വിരാജിനുള്ള വിശ്വാസം, അങ്ങനെ എല്ലാം കൊണ്ട് മുരളി ഗോപി, ലാലേട്ടൻ, എല്ലാ ഫാക്ടർ കൊണ്ടും നമ്മള് ഇങ്ങനെ ഈഗർലി വെയിറ്റ് ചെയ്യണം 27th റിലീസ് ചെയ്യാൻ. അപ്പൊ ഇങ്ങനെ വരുന്ന ഡീഗ്രേഡിങ് കാര്യങ്ങളൊക്കെ നമ്മൾ എത്ര മോശമായിട്ട് നമ്മളൊരു ഇൻഡസ്ട്രിയെ തന്നെ ബാധിക്കുന്നത് ഞാൻ ആലോചിക്കുന്നത്. കാരണം മരക്കാറിന്റെ പ്രൊഡ്യൂസർ വളരെ വേണു കുന്നുമ്പള്ളി തന്നെ എന്ന പ്രൊഡ്യൂസർ, നമ്മളെ വെരി ഫേമസ് ആയ, നമ്മളെ ഒരുപാട് നല്ല സിനിമകൾ നമുക്ക് തന്ന പ്രൊഡ്യൂസർ ഇന്റർവ്യൂ ഇരുന്ന് വളരെ വ്യക്തമായിട്ട് തെളിവടക്കം പറഞ്ഞിട്ടുണ്ട്. ഒരു വീട് റെന്റിനെടുത്തിട്ട് ഇരുന്നിട്ടായിരുന്നു മരക്കാർ ഡീഗ്രേഡ് ചെയ്തത്. അദ്ദേഹം പോലീസ് പിടിച്ചതടക്കം അദ്ദേഹം ആ ഇന്റർവ്യൂവിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് മരയ്ക്കാൻ പറഞ്ഞ സിനിമ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീട് റെന്റിന് എടുത്തിട്ട് ഇരിക്കുക ആൾക്കാര്. അപ്പൊ എന്താണ്, എന്തിനാണ്, ആരാന്ന് നമുക്കറിയാം. അതിന്റെ ഒക്കെ ഒരു ആവശ്യകത, അതിന്റെ ഒക്കെ ഒരു കാര്യങ്ങൾ എനിക്ക് തോന്നുന്നുണ്ട്. ശരിക്കും ഒരു ഒരു മമ്മൂക്ക ഫിലിമിന് ഒരിക്കലും ലാലേട്ടന്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഇല്ല. ഒരു മമ്മൂക്ക ഫിലിമിന് ലാലേട്ടൻ ഫാൻസിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടായതായിട്ട്
എനിക്കിതൊന്നും തോന്നിയില്ല. ഞാൻ അറിഞ്ഞിട്ടുമില്ല, കണ്ടിട്ടുമില്ല. ഇതിങ്ങനെ പറയാൻ പറ്റില്ല. എന്നാൽ പോലും ഞാൻ പറയുകയാണ്. കാരണം മമ്മൂക്ക ഫാൻസിന് മേ ബി ലാലേട്ടന്റെ എത്തുന്ന ഹൈറ്റ്സ്, ലാലേട്ടൻ സിനിമകൾ പോകുന്ന റീച്ച്, ഞാൻ എല്ലാ മമ്മൂക്ക ഫാൻസിനോട് പറയല്ലോ. അത് ഇതൊക്കെ നടന്ന സംഭവമാണ്. ഇന്റർവ്യൂ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഒരു വീട് റെന്റിനെടുത്ത് ഒരുപാട് പേര് ഇരുന്നിട്ട് സംഘമായിട്ട് ഇരുന്നിട്ട് ഡീഗ്രേഡ് ചെയ്തത് മരക്കാരനെ. മരക്കാരൻ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടല്ല പൊട്ടിപ്പോയത്. അത് മോശം സിനിമ പോയത്. അത് വേറെ കാര്യം. പക്ഷെ ഇങ്ങനെയുള്ളൊരു പ്രവണത ഉറപ്പായിട്ട് എമ്പുരാന്റെ അതിന്റെ അഞ്ചിരട്ടിയായിട്ട് എമ്പുരാൻ ഉണ്ടാവും നേരെ. അത് ഇനിയിപ്പോ എന്ത് ഡീഗ്രേഡ് ചെയ്താലും എമ്പുരാൻ ഒരു ഗംഭീര സക്സസ് ഇനി ആരെവിടെ ഇരുന്ന് ഡീഗ്രേഡ് ചെയ്താലും എമ്പുരാൻ ഒരു ഏറ്റവും വലിയ സക്സസ് ആയിരിക്കുന്നതിന് ഒരു ഡൗട്ടും ഇല്ലാതെ എനിക്ക് ഇപ്പം പോലും പറയാൻ പറ്റും. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ആ ഡീഗ്രേഡിങ് കൂടി അവിടെ ഇല്ലെങ്കിൽ, ഈ ഒരു ഹെയ്റ്റ് അവിടെ ഇല്ലെങ്കിൽ, അപ്പം എമ്മാതിരി ഫ്ലറിഷ് ആയിരിക്കും നമ്മളെ മലയാളം ഇൻഡസ്ട്രി എന്നുള്ള നമ്മള് നിസ്സാരമായിട്ട് തോന്നിയെങ്കിൽ പോലും അല്ല, ഇത് വലിയൊരു കാര്യമുണ്ട്. ഈ ഫാൻ ഫൈറ്റും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട് നമ്മളെ സിനിമ ഇൻഡസ്ട്രീനൊക്കെ. അപ്പോഴും ഞാൻ കണ്ട കാര്യങ്ങൾ, എന്റെ ചാനലിൽ വരുന്ന കാര്യങ്ങളാണ് പറയണത്. ഭയങ്കരമായിട്ട് മമ്മൂക്ക ഫാൻസ് വന്നിട്ട് ഇങ്ങനെ ഒരു എല്ലാവരും ഇല്ല എന്നാൽ പോലും എന്നെ പറ്റി സംസാരിക്കാനോ ഇതിങ്ങനെയാണ് ചില കമന്റുകൾ കാണുമ്പോൾ നമുക്ക് അതിങ്ങനെ തമാശ എടുക്കും. പ്രൊമോഷൻ പരിപാടികളൊന്നും തുടങ്ങിയിട്ടില്ല. ഡീഗ്രേഡിങ് എന്തായാലും അവിടെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കാണാം എത്രത്തോളം ഏത് വരെ ഉണ്ട് ഇതിന്റെ പരിപാടി. എമ്പുരാന് ഒരു പോസിറ്റീവ് വരേണ്ട ആവശ്യമില്ല. ഷുവർ ഷോട്ട് ഹിറ്റ് ആണത്. എന്നാൽ പോലും നമ്മളെപ്പോഴും പറയലുണ്ട്, ഒരു ചെറിയൊരു പോസിറ്റീവ് വന്നാൽ കാണാൻ ലാലേട്ടൻ സിനിമന്റെ റേഞ്ച് എന്ന് എപ്പോഴും ഒരു പറച്ചിലുണ്ട്. അങ്ങനെ ഒരു ചെറിയൊരു പോസിറ്റീവ് ന്യൂസ് കിട്ടിയാൽ മതി. കാരണം അതൊരു എന്താ പറയാ, നമ്മള് ഒരിക്കലും ഒരു നടനും മലയാളത്തില് കിട്ടാത്ത ഒരു ഇഷ്ടമാണ് ഫാമിലി ഓഡിയൻസിന് എടുക്കുന്നത്, എല്ലാവരും എടുക്കുന്നു. അത് ലാലേട്ടന് മാത്രമേ ഉള്ളൂ. ആരും ഇവിടെ കിടന്ന് എന്ത് നിലവിളിച്ചാലും അത് അങ്ങേർക്ക് മാത്രമേ ഉള്ളൂ. ആ സ്നേഹം നമ്മൾ എപ്പോഴും ഹർത്താലിന്റെ ഒന്നല്ല, നോട്ട് നിരോധനം വന്നപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. സോ എമ്പുരാൻ എന്തായാലും 27 റിലീസ് ആവട്ടെ. എന്ത് ഡീഗ്രേഡിങ് ഉണ്ടെങ്കിലും അതിനൊക്കെ മറികടന്നിട്ട് സിനിമ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഗംഭീര സിനിമയായിട്ട് മാറട്ടെ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.